പ്രതീക്ഷ വന്നത് ഉടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അറിയാം ഇന്നതേ ലിജിക്കൊച്ച് ഒരുപാട് വീട്ടിൽ ഇരുന്നങ്ങ് ബോറടിച്ചു കേട്ടോ. ഞാൻ ജോലി കഴിഞ്ഞെത്തിയപ്പം എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ടൂറിസ്റ്റ് സ്പോട്ട് ഉണ്ടായതുകൊണ്ട് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും പോയിട്ട് വരാം കേട്ടോ. ഇനിയിപ്പോൾ പാതിരാത്രിക്കല്ല, വെളുപ്പിന് വരെ ഇവിടെ ഇരുന്നാലും യാതൊരു പ്രശ്നവും ഇല്ല. പോലീസുകാരൊന്ന് പറഞ്ഞു വിടുമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് നമ്മുടെ റോഡിലൊക്കെ വന്നിരിക്കുമ്പോഴേ പോലീസുകാർ ഓടിച്ച് വീട്ടിൽ വിടുമായിരുന്നു. എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു രാത്രിയിലൊക്കെ. ഇപ്പം നമ്മൾ പാതിരാത്രിക്ക് വന്നിരുന്നാൽ അവരൊന്നും പറയാറില്ല കേട്ടോ. ടൂറിസം സ്പോട്ട് ആയതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ഈ യാത്രയിലെ പ്രധാന പരിപാടി ഫുഡ് അടിക്കുക എന്നുള്ളതാണ് കേട്ടോ. പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി. ലിജിക്ക് അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ലിജി അധികം ഫുഡൊന്നും അധികം കഴിക്കില്ല, ചോറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആഹാരങ്ങളൊക്കെ ഉണ്ട്, അത് മാത്രമേ കഴിക്കുള്ളൂ. അതും മിനിമൽ ക്വാണ്ടിറ്റിയിൽ മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഒരു ഷവർമയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയൊക്കെ പിന്നെ നമ്മൾ കഴിക്കേണ്ടി വരും. കഴിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ അങ്ങനെ കഴിക്കത്തോളം എന്ന് പറഞ്ഞാണ്. അങ്ങനെ ഇവിടെ വന്ന് ഫുഡിൻ്റെ കാര്യമൊക്കെ തിരക്കിയ ബായ് പറഞ്ഞ് ഷവർമയും അൽഫാമും ഉണ്ട്, എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഷവർമ കഴിക്കാനായിട്ട് എനിക്കത്ര താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അൽഫാം പറഞ്ഞ് വാവയും ലിജിയും ഷവർമയാണ് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അൽഫാം മേടിച്ചപ്പോൾ പിന്നെ വാവയ്ക്കും അൽഫാം മതി എന്ന് പറഞ്ഞ് അങ്ങനെ ലിജിക്കൊരു ഷവർമയും പറഞ്ഞ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ക്വാർട്ടർ അൽഫാമും പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ബായിയുടെ പാട്ട് കാരണം കേട്ടോ ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. ട്രാക്ക് വീഡിയോയ്ക്കുള്ളിൽ വന്ന് ഞാൻ കോപ്പറേറ്റ് പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. ഞാൻ പിന്നെ പാട്ട് നിർത്താനൊന്നും പറഞ്ഞില്ല. ആ ഒരു മനുഷ്യൻ ഈ ജോലിക്കിടയിൽ പാട്ട് കേട്ടാന്ന് എൻജോയ് ചെയ്യുന്നത് കേട്ടോ. നല്ല ചൂടിൻ്റെ ഒക്കെ അടുത്താണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ ജോലി ഭാരം കുറയ്ക്കാനായിട്ട് ബായിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടാണ് പുള്ളി എൻജോയ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കറങ്ങാൻ വന്നതുപോലെ പുള്ളിക്കൊരു എൻജോയ്മെൻറ്റ് കേട്ടോ. അങ്ങനത്തെ ഫുഡ് എത്തി. ഏത് ഫുഡ് മേടിച്ചാലും എന്ത് കഴിച്ചാലും ഈ ആദ്യത്തെ ഒരു പീസ് എനിക്ക് വന്നിട്ട് കഴിക്കാറുള്ളൂ കേട്ടോ. പക്ഷേ ഷവർമയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല. അവൾക്ക് ഭയങ്കര പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ, നമ്മൾ വാരി കൊടുക്കണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ ആ ഒരു കാര്യത്തിൽ അങ്ങോട്ട് നോക്കാറില്ല. ഞാനങ്ങ് ഫുഡ് കഴിക്കത്തേ ഉള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഡ്രസ്സിലൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും വാരി കൊടുക്കുന്നത് കേട്ടോ. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ കമൻറ്റിലൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്, ലിജി ഇപ്പോൾ തനി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയല്ലോ എന്ന്. അതായത് ലിജി ഇപ്പം മുഴുവൻ സമയം ഭക്ഷണം കഴിക്കാൻ തനിയാണ് കേട്ടോ. പിന്നെ വല്ലപ്പോഴൊക്കെ ക്ഷീണമോ തളർച്ചയോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് മാത്രമാണ് ഞാൻ വാരി കൊടുക്കും അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ ലിജി ഒന്ന് കടിച്ച് നോക്കുന്നത് കാണാൻ വേണ്ടി വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ലിജി ആദ്യമേ തന്നെ കുക്കുംബർ എടുത്ത് കഴിച്ചാറുണ്ടെങ്കിൽ അത് കഴിച്ചിട്ടേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കുള്ള അൽഫാം വന്നു കേട്ടോ. അൽഫാമൊക്കെ അടിപൊളി, നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് മയണൈസൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. എവിടെ ചെന്നാലും മയണൈസിന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് ഇന്നത്തെ യാത്രയിൽ ഫുഡ് കഴിക്കണമെന്ന് തീരുമാനിച്ച വേറെ ഒന്നുമല്ല, വാവ ഉണ്ടായിരുന്നു കേട്ടോ. വാവ ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അൽഫാമോ ഷവർമയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊല്ലത്തെ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തൊക്കെ പോകും കേട്ടോ. എപ്പോഴും പോകാറില്ല, വല്ലപ്പോഴൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്, പൈസയൊക്കെ ഉള്ളപ്പോൾ പോകാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസമായിട്ട് ഇങ്ങനെ വാവയ്ക്ക് ഫുഡ് മേടിച്ച് കൊടുത്ത് രുചിക്ക് അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കട വരുന്നതേ കൊല്ലം മൺട്രോത്തുരത്തിൽ എസ് ഉള്ളതൊരു സ്പോട്ടുണ്ട് കേട്ടോ. അത് ടൂറിസം സ്പോട്ടാണ്. അവിടെ ഉള്ളൊരു കടയാണ്, വേവ് ഫുഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. വേറെ ഇങ്ങനത്തെ അൽഫാമോ ഷവർമയോ ഒന്നും കിട്ടുന്ന ഒരു കട ഞങ്ങളുടെ മൺട്രോത്തുരത്തിലൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ലിജി ഫുഡ് കഴിച്ചു, ഞാനും ആ അൽഫാമൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുക. അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു, നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ഒന്ന് കഴിക്കട്ടോ. പണ്ട് നമ്മുടെ നാട്ടിൽ ഇത്ര ഫുഡുകളൊക്കെ ആരെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കില്ലെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവർക്ക് അത്യാവശ്യം കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കും. ഇഷ്ടപ്പെട്ടാൽ പിന്നെ തുടരും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്നപ്പോഴാണ് നമ്മുടെ കായലിൽ ഇതേ ഒരുപാട് മീൻ കിടന്നിങ്ങനെ കളിക്കുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്കത് വല വീശാൻ തോന്നി കേട്ടോ. സംഭവം ഇത് ഞുണ്ണ എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ, കായലുള്ളൊരു മീനാണ്. പക്ഷേ ഈ ഒരു മീനിന് പ്രശ്നമുണ്ട്, നമ്മുടെ ഒരു അനക്കം കണ്ടാൽ മതി പാഞ്ഞ് കളയും. പിന്നെ നമ്മുടെ വണ്ടിയിൽ എപ്പോഴത്തേക്കും ഇതിനൊക്കെ വലയുണ്ടാവും. അത് ഇങ്ങനത്തെ സ്പോട്ടിൽ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ വീശാന്ന് കരുതി അത് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. സംഭവം വല ഉണ്ടായിട്ട് തന്നെ ഒന്ന് വീശാന്ന് കരുതി ഒരു വീശ് കൊടുത്തു കേട്ടോ. കറക്റ്റ് വല വീശിയൊക്കെ വീണ് മീനൊക്കെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ മീൻ ഉള്ളിലെല്ലാം കയറിയിട്ടുണ്ട്. പക്ഷേ ഒരു പണി കിട്ടി. നമ്മൾ വല തിരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു നമ്മുടെ വല എവിടെയോ ഉടക്കിയിട്ടുണ്ട് കേട്ടോ. ഈ വല വീശലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് വല എവിടെയെങ്കിലും കയറി ഉടക്കും. വെള്ളത്തിൽ എന്തെങ്കിലും തമ്മിൽ പാറകളോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഉടക്കും. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് വേണം എടുക്കാനായിട്ട്. അങ്ങനെ വല ഉടക്കി വലിയൊരു പണി കിട്ടിയ ദിവസമായിരുന്നു. ഒരു ദിവസം ഞാനൊന്ന് ആലോചിച്ച് പോയി ഈ വല വീശണ്ടായിരുന്നെന്ന്. ഉടക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അറിയാം സെറ്റപ്പിലാവുന്നു ലൈറ്റൊക്കെ ആയിട്ട്. ചേട്ടാ പാൻറ് ചെയ്തു ലൈറ്റ് പിടിക്കണോ? ഓ ലൈറ്റ് പിടിച്ചു തന്നോ? ഞൊണ്ണ മാത്രല്ല വേറെ എന്താണ്ടല്ലോ.
ആ ലൈറ്റ് എങ്ങനെ വരുവാണെങ്കിൽ പിടിച്ചു തന്നേനല്ലോ. പിടിച്ചോടാ. അല്ല ഈ പാറ ഇടയ്ക്ക് വല കിടന്ന് ഉണ്ണ ഇറങ്ങിപ്പോയി. ഞാൻ പറയുമ്പോൾ വല ഉള്ളിലോട്ട് പിടിക്കണം കേട്ടോ. കുഴി വ്യൂ ഓഫ് ചെയ്യണോ? ഇവിടെ കുരിയും കിടക്കും. ഇവിടെ കുരുക്കും. ഇവിടെ കുരുക്ക ഈ സൈഡിൽ വിചാരിച്ചോ എല്ലാം ഈ നീളമില്ല. ഞാൻ നനയേണ്ടി വന്ന് പല കുരിയും കിടക്കുന്നുണ്ടോ? അകത്ത് വേറെ ഏതൊരു മീനും കൂടെ ഉണ്ടല്ലോ. ചെമ്പല്ലി വേണം എന്തായാലും. പൊടിയാണല്ലേ? അതെ. ഇതിലും മീനുണ്ടായിരുന്നല്ലോ വലിക്കാത്തില്ലേ? വലിക്കാത്ത ഒത്തു പോതരെ പോന്ന നല്ല അടിപൊളി നിന്നകൾ. അവിടെ നല്ല വീശാൻ പറ്റിയ നല്ല കേട്ടോ. ഉടക്ക് പറ്റിയില്ലല്ലോ. ഉടക്കില്ല. ഇവിടെയൊക്കെ ചെറിയൊരു ഓട്ടകൾ ഉണ്ടെന്ന് തോന്നുന്നു. ശ്യാമേ അങ്ങനെ ജീവിതത്തിലെ മറ്റൊരു സന്തോഷമുള്ള ദിവസം കൂടെ കടന്നുപോയി കേട്ടോ. സന്തോഷമുള്ള ദിവസം എന്ന് പറയുമ്പം നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരു ദിവസവും കടന്നുപോയി. ഇതിക്ക് പുറത്ത് പോയി കുറച്ച് ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, നമ്മളെ അറിയുന്നവരോടി വന്ന് മിണ്ടുകയൊക്കെ ചെയ്തു. പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റി. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ മൺട്രോത്തുരുത്തുകാർക്കൊരു മീൻപിടുത്തമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ഹോബി കൂടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഹോബിക്ക് ഞാൻ ആ വലയൊക്കെ എടുത്ത് വെച്ചതുകൊണ്ട് ഒരു മീനൊക്കെ പിടിക്കാൻ പറ്റി. ലിജിക്ക് അത് നേരിട്ട് കാണാൻ പറ്റി. പിന്നെ നമ്മളെ അറിയുന്ന കുറച്ച് പേർക്ക് നമ്മൾ മീൻ പിടിച്ചൊക്കെ കാണാനും പറ്റി കേട്ടോ. അപ്പോൾ അത് ഇത്രയും മീനായിട്ട് ഇന്ന് കിട്ടിയത്. അപ്പോൾ നാളെ ഒരു ദിവസം കറിക്കുള്ള മീനും കേട്ടോ. അപ്പം അടുത്ത ദിവസം വിശേഷമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ.